ഗൈസ് വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അടുത്തൊരു വീഡിയോ. എക്കാലത്തെ സ്വപ്നമായിരുന്നു സ്കൈ ഡൈവ്, അതും ദുബായിൽ. നാട്ടിലായിരുന്നപ്പോൾ തന്നെ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നെങ്കിലും സ്കൈ ഡൈവ് ചെയ്യാനായിട്ടെങ്കിലും ഇവിടെ വരണം, അതേപോലെ തന്നെ ഇത് ചെയ്യണം എന്നാഗ്രഹിച്ചായിരുന്നു. പക്ഷെ അന്ന് അത് നടന്നില്ല. ലൈക്ക് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 4 കൊല്ലത്തോളമായി. 4 കൊല്ലം ആയിട്ടും ഈ പരിപാടി നടന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പയ്യെ ചെയ്യാം എന്നുള്ള നിലയിൽ വന്നു. ഇപ്പം എന്തായാലും ഈ പറഞ്ഞ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു, ലൈക്ക് ഒരാളുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക്. അങ്ങനെ ഫൈനലി എനിക്ക് അത് ഓർമ്മ കിട്ടി. ആൻഡ് ഈ പറഞ്ഞ പോലെ വൈഫിനോട് പറഞ്ഞിട്ടില്ല. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അവിടെ ചെന്നിട്ട് വേണം വൈഫിനോട് പറയാൻ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇതിനങ്ങനെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള നിലയിൽ ഫുഡ് ലൈറ്റായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കംഫർട്ട് ഡ്രസ്സ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. എത്രത്തോളം പോസിബിൾ ആണെന്നും അല്ലെങ്കിൽ ഇത് എന്താണെന്നും നമുക്കറിയത്തില്ല. ഇനി ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അകത്ത് കയറി വേവറെല്ലാം സൈൻ ചെയ്തു. ലൈക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നാലോ ഈവൻ മരണപ്പെട്ടാൽ പോലും ഇവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള നിലയിൽ നമ്മളത് ഒപ്പിട്ട് കൊടുക്കണം. പിന്നെ നോമിനിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം, സ്കൈ ഡൈവിൻ്റെ ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം കൂടെ. അങ്ങനെ എത്രയോ കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇവിടെ വന്നതെന്നറിയോ. വീട്ടിൽ പറഞ്ഞിട്ടില്ല, വൈഫിനോട് ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ ഒരുവിധം തിരക്കുണ്ട്, പക്ഷേ എല്ലാവർക്കും സ്ലോട്ടും കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ലോക്കർ കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. സോ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ വീട് വരും. ഈ കാണുന്നതാണ് നമ്മുടെ പാരച്യൂട്ട് മുടക്കുന്നത്. അതായത് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം, ലൈക്ക് അത്രയും ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ ഒരു സെക്ഷൻ മുഴുവൻ പാരച്യൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം മടക്കി നമ്മുടെ ലൈഫ് സേവ് ആക്കുന്ന ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതാണ്. അത് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ഫുൾ എയറും കളഞ്ഞ് പയ്യെ ടൈം എടുത്തിട്ടാണ് ഈ ഓരോ പരിപാടിയും ചെയ്യുന്നത്. ഇവിടെയാണ് ഇവർ ബെൽറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ നമുക്ക് ഇതിന് വ്യൂ കിട്ടും. പുറത്താണ് അതിൻ്റെ ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇന്നല്ലേ ചാടുന്നേ? അല്ല, ഇവർ ഇന്നല്ലേ ചാടുന്നേ? എനിക്ക് വയറുവേദന എടുക്കുന്നു, എനിക്ക് പേടിയാവുന്നു. എന്നാ എന്നെ മെന്റലി ഫിസിക്കലി പ്രിപ്പയർ ആവാൻ വേണ്ടി ഇവിടെ ഇന്നലെങ്കിലും പറയണ്ടേ? ചാടും നീ ഇതെപ്പോഴും ബുക്ക് ചെയ്ത്? മാറ്റി കിടക്കണോ? സോ നമ്മൾ ചെക്കിങ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ മോളിൽ പോവാം. മോളിൽ പോയി അവിടെ ഒരു കഫേ ഉണ്ട്, വ്യൂവിങ് ഏരിയ ഉണ്ട്. വ്യൂവിങ് ഏരിയയിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു ഏയ് ചൂടല്ലേ, ചൂട് നമ്മൾ ഭയങ്കര ചൂടല്ലേ. നമ്മൾ ചെക്കിൻ ചെയ്തു. മുകളിൽ അവർ കഫേയിലുണ്ട്. കുറച്ച് ഇൻഫോർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ സ്കൈ ഡൈവിന് വരുമ്പോഴത്തേക്കും ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് BMIയുടെ കേസ് ഉണ്ടായിരുന്നു. BMI അങ്ങനെ ഒരു ഇഷ്യൂ വരത്തില്ല. ലൈക്ക് മോർ ദാൻ 95% ഓട്ടോമാറ്റിക്കലി അത് ഓക്കെ ആവും. നിങ്ങളുടെ വെയിറ്റും ഹൈറ്റും വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഇതില്ല. നിങ്ങൾ സ്ലോ ടൈം ഇപ്പോൾ 8 മണിയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് മുമ്പ് വരിക എന്നുള്ളതാണ് ഇവിടുത്തെ റൂള്. ഈവൻ 8 മണിക്ക് വന്നാലും നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ടൈം ഇച്ചിരി കൂടുമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വേവറുണ്ട്, നിങ്ങൾ സൈൻ ചെയ്യണം. എഗ്രിമെൻ്റ് ആണ്. ഇൻ കേസ് ഇനി ആക്സിഡൻറ്റോ സംതിങ്സ് എന്തായാലും എല്ലാം ഉത്തരവാദിത്വവും എല്ലാ റെസ്പോൺസിബിലിറ്റീസും നമ്മൾ തന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം നമുക്കൊരു ബസർ വരും. ബസർ ബീപ്പ് ചെയ്യുന്ന സമയത്ത് താഴോട്ട് വരിക, റെഡി ആവുക, നമ്മുടെ ടാൻഡം സ്കൈ ഡൈവ് ചെയ്യുക. അതാണ് ഓവറോൾ പരിപാടീസ്. നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്യുന്നു. ഇവിടെ അവരുടെ വാൻ ഉണ്ടാവും. വാൻ ഈ റൂട്ട് പോയി നേരെ റൺവേയിലോട്ടാണ് എത്തിക്കുന്നത്. ഫ്ലൈറ്റ് ഇപ്പോൾ അവിടെ ഒരെണ്ണമുണ്ട്, ഒരെണ്ണം ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എംപ്റ്റി ആണ്. ഒരു സ്ലോട്ടിൽ 5 പേര് 6 പേര് 8 പേര് വരെ മാക്സിമം ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇവർ ഒരു ഫ്ലൈറ്റ് ആയിരിക്കും, ലൈക്ക് ഒരു സെയിം ടൈം എന്നുള്ളത് അത്രയും പേര് സെയിം ഫ്ലൈറ്റിൽ തന്നെ ആയിരിക്കും. അത് വന്നു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇവിടെ ഒരു 8-10 പേരൊക്കെ വരിക. ലൈക്ക് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്.
ഇനി വരണം. ഇവിടെ നിന്ന് കാണത്തില്ല, ലൈക്ക് ഏകദേശം അടുത്തെത്താനാകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. നേരത്തെ പോയ ഫ്ലൈറ്റിൻ്റെ വീഡിയോസും കണ്ടില്ലായിരുന്നു. അതിൽ നിന്ന് ചാടിയൊരു ഇപ്പോൾ എത്തുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആ ഒറ്റയ്ക്ക് വരുന്നതെല്ലാം വീഡിയോഗ്രാഫേഴ്സാണ്. സോ ഏകദേശം കാഴ്ചകൾ ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ഏകദേശം വലിയ താമസമില്ലാണ്ട് ബസ്സർ ലൈക്ക് നമ്മുടെ ടൈം ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നത്? എനിക്കും കൂടെ അയച്ചു തരണേ ഫോട്ടോസ് എടുത്തിട്ട്. ഞാനൊരു സ്റ്റോറി എടുത്തിട്ട് എന്റെ ഒരു സമാധാനത്തിന് ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് അലീന. അലീന പറയൂ. കൈ ഇവിടെ നമ്മുടെ തട്ടും. അപ്പൊ നമുക്ക് ആ ഒരു മിനിറ്റിൽ അമ്മ ഫുൾ ബ്ലാങ്കറ്റ്. മാഡം എത്ര വട്ടം ചെയ്തു? മാഡം സ്കൈ ഡൈവ് എത്ര വട്ടം ചെയ്തു? ഒരു വട്ടം. ചെയ്തോ? എപ്പോ ചെയ്തു? അതുകൊണ്ടാണല്ലോ പറയണത്. അപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ തട്ട് വരും. അപ്പൊ നമ്മിങ്ങനെ കൈ ഇങ്ങനെ വിടർത്താം, മാലാകനെ പോലെ ഇങ്ങനെ വിടർത്താം. അപ്പൊ നമ്മ ആ ഒരു എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റ്. കണ്ണടക്കരുത്, തുറന്ന് തന്നെ പിടിക്കണം. കണ്ണി പാറ്റ വല്ല പോയാലോ അത് ഗൂഗിൾസ് തരും. ഗൂഗിൾസ് വെച്ചിട്ട് നമ്മൾ കണ്ണ് തുറന്ന് തന്നെ പിടിക്കണം. കണ്ണടക്കരുത്. ഇത്രയും പൈസ കൊടുക്കുന്നത് കണ്ണടയ്ക്കാൻ പാടില്ല. ടെൻഷൻ വരുമ്പോഴോ? അതിന് ടെൻഷൻ അടിക്കാൻ ടെൻഷൻ ചിന്തിക്കാൻ ചേച്ചിക്ക് പറ്റില്ല. ടെൻഷൻ ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചാടണ ഒരു മിനിറ്റ് നമുക്ക് ഫുൾ ബ്ലാങ്ക് ആയിരിക്കുന്നതാണ് എല്ലാവരും എക്സ്പീരിയൻസിൽ പറയുന്നത്. അത് കഴിഞ്ഞ് കണ്ണടക്കരുത്. ഒന്നും കണ്ടില്ലെങ്കിലും കണ്ണടക്കരുത്. കണ്ണ് തുറന്ന് പിടിച്ചിട്ട് ചിരിക്കണം. ഇതൊക്കെ നീ ഇന്നലെ ക്ലാസ് എടുത്തതാണ്. ഞാൻ മെന്റലി ഫിസിക്കലി ഞാൻ പ്രിപ്പയർഡ് ആയേനെ. ഒന്നുകൂടെ അരമണിക്കൂറും കൂടി ജിമ്മിൽ പോയാനെ. ഇന്നലെ ഞാൻ ജിമ്മിൽ പോയാ. ജിമ്മ് മിസ്സാക്കിയത് ഇന്നലെ ഞാൻ. ഓ മൈ ഗോഡ്. ആരും എന്നോട് പറഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ബസ് അടിച്ചു. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ഹാൻഡ് ഓവർ ചെയ്യുന്നു. നമുക്ക് സാധനങ്ങളൊന്നും ഭയങ്കര നോയ്സ് ആയിരിക്കും. സാധനങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ കൊണ്ടാൻ പാടില്ല. വാച്ചോ കാര്യങ്ങളോ ചെയിനോ റിങ്സോ ഒക്കെയാണ് കേട്ടോ. അപ്പം Let me jump. Or you can throw it. You're gonna put your hands in this. You're gonna bend down like this. Okay. Let's do it. Let me exit. പേടിയുണ്ടോ? ഇല്ല, എനിക്കിപ്പോ പേടിയില്ല. എപ്പോഴാ പേടി? എനിക്കൊരു എക്സാം എഴുതാൻ പോകുമ്പോ ഒരു വരില്ലേ ആ സാധനം. ഏത് വരും? ഉള്ളിന്നൊക്കെ ഒരു സാധനം. എക്സാം അതിനാണ് പേടി എന്ന് പറയുന്നത്. ആ ഒരു സാധനമുണ്ട്. വേറെ ഞാനൊന്നാമത് അറിഞ്ഞില്ല, എന്നോട് ആരും പറഞ്ഞില്ല. Ability to know if I can bleed. If that's what you wanted, you won't get it tonight. 'Cause I can fly, I can fly, I can fly, I can fly. I'm crawling around, can't see in front of me. My enemies have tried every possibility. Ability to know if I can.
I can fly. I can fly. I can fly. I can fly. I'm crawling around, searching for higher ground. Can't see in front of me, my enemies have tried every possible. ചൂടായിരുന്നോ തണുപ്പായിരുന്നോ? തണുപ്പ് ആ ഒരു ഹൈറ്റിലല്ലേ, നല്ല തണുപ്പ്. പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഒഫ്കോഴ്സ് ആ ചൂട് വരും എന്തായാലും. എങ്ങനെയാ ഫസ്റ്റ് ആ ഒരു മിനിറ്റ് കണ്ടായിരുന്നു? മാഡം വരുന്നുണ്ട്. മാഡം കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ടാ വരുന്നത്. ലൈഫ് കഴിഞ്ഞു പോയി. ഷൂ ഊരി പോകണ്ടായിരുന്നു എന്റെ. ഞാനൊരു കാലും കൂടെ പിടിച്ചു നോക്കുമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. എക്സ്പീരിയൻസ് കണ്ണ് തുറന്നാലേ കാണാൻ പറ്റും. എന്താണെന്നറിയാമോ, ആ സാധനം വിട്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ശ്വാസം കിട്ടാതായിരുന്നു. പാരച്യൂട്ട് ഓപ്പൺ ആയപ്പോ പാരച്യൂട്ട് ഓപ്പൺ ആവുന്നത് ഫ്രീ ഫാളാണ്. പാരച്യൂട്ട് ഓപ്പൺ ആവുന്നത് നല്ല സുഖമായിരുന്നു. ആ ഫ്രീ ഫാൾ പൊളി ഒന്നും ചെയ്യില്ല. പക്ഷെ പാരച്യൂട്ട് ഓപ്പൺ ആക്കി നമ്മൾ കംപ്ലീറ്റ്ലി ടൈറ്റ് ആവും. ആ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പെട്ടെന്ന് നമുക്കിത് കിട്ടൂല. എനിക്ക് ഫ്രീ ഫാൾ നല്ല ഹൈറ്റിൽ ഫ്രീ ഫാൾ മാത്രമാണ് അത്ര എൻജോയ് ചെയ്യുന്നത്. പറഞ്ഞ പോലെ ഈ കാലൊന്നും പൊക്കാൻ പറ്റില്ല. നിനക്ക് പറ്റിയോ? അത് നമ്മളാ വരുന്ന ടയർഡ്സ് എനിക്ക് നല്ലോണം എനിക്ക് തളർന്നു. അത് താഴെ എത്താനാകുമ്പോഴേക്കും എങ്ങനെ മനസ്സിലായി? എനിക്കത് അവര് പറയുമ്പോ എനിക്ക് ദുബായ് ഉണ്ടോ, കാഴ്ച ഉണ്ടോ? ഓ, പൈസ മുതലായി. ഇത് കിട്ടതാവും ആ സാധനം. നമ്മൾ പാരച്യൂട്ട് വെട്ടി കഴിയുമ്പോൾ നമുക്ക് ബ്രീത്ത് കിട്ടാതെ വരും. ഫ്ലൈറ്റിൽ നമ്മൾ ചാടില്ലേ, അപ്പൊ ഒന്നും എനിക്കൊരു ഫീൽ ഇല്ല. നല്ല സുഖമായിരുന്നു. അന്ന് അത് ആ സമയത്ത് ഒന്നും പേടിയില്ല. എനിക്ക് ഒരു പേടിയൊന്നുമില്ല. ഫ്ലൈറ്റിൽ നിന്ന് ചാടുന്ന സമയത്ത് പേടി എന്ന് പറയുന്നതേ വന്നിട്ടില്ല. കാഴ്ചകൾ കണ്ണൊക്കെയാണ്, പേടിയല്ല വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ബോഡി അങ്ങ് ടൈറ്റ് ആവും ആ പാരച്യൂട്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ. ആ ഒരു പ്രശ്നം നമുക്ക് ഇതിനകത്ത് എനിക്ക് വന്നിട്ടുള്ളൂ. ഫ്രീ ഫാൾ ശരിക്കും എൻജോയ് ചെയ്യും. എനിക്കൊന്ന് എങ്ങനെ പോലെ ഒരു 200 km/h ആയിരിക്കും നമ്മുടെ സ്പീഡ്. ആ 200 km/h നമുക്ക് നല്ല രീതിയിൽ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. ആ വ്യൂ ശരിക്കും അങ്ങ് എൻജോയ് ചെയ്യാം. പാരച്യൂട്ട് അങ്ങ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ കംപ്ലീറ്റ് ബോഡി അങ്ങ് ടൈറ്റ് ആവും. ടൈറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് നോർമലാണ് ആ ഒരു സ്പീഡോ കാര്യങ്ങളോ അങ്ങനെ കാണിച്ചു, ഈ തംസ് അപ്പ്, മറ്റേ വിക്ടറി, എല്ലാ സംഭവം കാണിച്ചു. പക്ഷെ ആ സാധനം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ സ്ട്രെയിറ്റ് വരും. ബ്രീത്തിന്റെ കേസിൽ എനിക്ക് ബ്രീത്തിന്റെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഫ്രീ ഫാൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ഫാൾ അടിപൊളി. പക്ഷേ പാരച്യൂട്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ ബോഡി ഞാൻ നേരത്തെ പറഞ്ഞ ടൈറ്റ് ആവും, നമ്മൾ സ്ട്രെയിറ്റ് ആവും. സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഡിസ്കംഫോർട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഞാൻ പറഞ്ഞു ഓവറോൾ ആ പൈസയൊക്കെ മുതലാകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോടാണ് പറയുന്നത്, അതിനപ്പുറം മുതലാകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ലൈഫിൽ വൺസ് എങ്കിലും നിങ്ങൾ ചെയ്യണം. അത് എങ്ങനെയെങ്കിലും നിങ്ങളിപ്പോൾ 4 ഞാൻ പറഞ്ഞ പോലെ 2-3 മാസം സാലറി ആയിരിക്കും. ഈവൻ ദോ അതൊരു ആഗ്രഹമായിട്ട് എടുത്തിട്ട് നിങ്ങളിത് ചെയ്യുക. നിങ്ങൾ ശരിക്കും അത് എൻജോയ് ചെയ്യും, ഉറപ്പാണ്. നിങ്ങളുടെയൊക്കെ എന്ത് പേടി ഉണ്ടെങ്കിലും വലിയായിരിക്കും ഇനി മുന്നോട്ടുള്ള ലൈഫൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നവും സിമ്പിളായിട്ട് കവറപ്പ് ചെയ്യാൻ പറ്റും. 3:30 ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഷാർജ വന്നു, ഭക്ഷണം കഴിച്ചു, അലീന ഡ്യൂട്ടിക്ക് പോയി. അവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. സോ എനിക്ക് ആ ബെൽറ്റ് ടൈറ്റ് ആയതിൻ്റെ ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഓവർ ടൈറ്റ് ആയപ്പോൾ എൻ്റെ. ബട്ട് ദറ്റ്സ് ഓക്കെ. സോ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നും ഓർക്കും, അത് ഉറപ്പാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അന്നൊന്നും നടന്നില്ല ഈ പറഞ്ഞ പോലെ. പക്ഷേ ഓർക്കപ്പുറത്താണ് ഇത് ഏകദേശം നടന്നത്. അതെന്തായാലും ഒരുപാട് സന്തോഷം. സോ എല്ലാവരും ചെയ്യുക. ഓക്കെ, ലൈക്ക് ഒരു വട്ടമെങ്കിലും ലൈഫിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കൂട്ടി വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആക്കി ഈ പറഞ്ഞ സ്കൈ ഡൈവ് ചെയ്യണം.